പ്രിയ സുഹൃത്തുക്കളെ, ഞാനുള്ളത് നമ്മളെ കരിപ്പൂരാണുള്ളത്. വിമാനത്താവളത്തിന്റെ ഏകദേശം അടുത്താണുള്ളത്. നമ്മളെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഖാന്റെ വീടിന്റെ പണി ആവശ്യാർത്ഥം വന്നാണ്. അദ്ദേഹം മുമ്പ് ഒരുപാട് കാലം പ്രവാസിയായിരുന്നു. ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പ്രവാസം കൊണ്ടൊന്നും നേടാനും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് കടം ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അയാളെ വീട് പാതി വയലുള്ളത്. അപ്പോൾ സന്മനസ്സുള്ള ആളുകള് അവർക്കൊരു നമ്മളൊരു 20 റുപ്പീസ് അഥവാ 20 രൂപ ചാലഞ്ച് എന്നുള്ളൊരു സംവിധാനം വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങളൊരു വീട് പണി കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ വിജയകരമായി പണി കഴിപ്പിച്ചിട്ടുണ്ട്. പാതി വയലാണ് വീടിന്റെ അവസ്ഥ ഇന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയണ രീതിയിൽ നമ്മൾ 20 റുപ്പീസ് ചലഞ്ച് എന്നാണ് പേരെന്നെ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഗൂഗിൾ പേ നമ്പറും സ്കാനറും ഫോൺ പേ നമ്പറും എല്ലാം നമ്മൾ ഈ വീഡിയോന്റെ അടിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്രയും പ്രശ്നത്തിലും കടബാധ്യതയിൽ നിന്നുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് മുഹമ്മദ്. ആ ഒരു അവസ്ഥ ഞങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളും വന്ന് ഈ ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കാനുള്ള കാരണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമ്മളോടുകൂടെ ഈ വീടിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വാർഡ് മെമ്പറും ഈ വീടിന് സ്ഥലം നൽകിയ മൈമുണ്ണിക്കയും നാട്ടുകാരും പങ്കുചേരുന്നു. നമസ്കാരം. ഞാൻ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് മെമ്പർ കെ സിറാജ്. എന്റെ വാർഡിൽ താമസിക്കുന്ന ബാവാക്കയുടെ വീടുപണി പൂർത്തീകരണത്തിന് വേണ്ടി നടത്തുന്ന 20 രൂപ ചലഞ്ചിൽ ഞാനും പങ്കാളിയായി. നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട മൈമുഞ്ഞാക്ക. ഇദ്ദേഹം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് വീട് നിർമ്മിക്കുന്നത്. ഇതുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ ചലഞ്ചിൽ നിങ്ങൾ എല്ലാവരും ഭാഗത്താവുക. അതുമാത്രമല്ല, ഇവിടെ വരുമ്പോഴാണ് ഇതിന്റെ സാഹചര്യങ്ങൾ നമുക്ക് നേർക്കാഴ്ചയിൽ കാണാൻ പറ്റുന്നത്. നമ്മളൊന്ന് സമീപിച്ചപ്പോൾ എത്ര റിസ്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇറങ്ങാൻ പോലും കഴിയില്ലല്ലോ. വഴിയും അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴാണ് ഇതിന്റെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ഇവരെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് രണ്ട് ഭാഗത്തു നിന്ന് നമുക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് മാറും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ പരമാവധി ചെയ്തിട്ട് ഇദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കാം. ഒരുപാട് പൈസ ഉള്ള ആളുകളില്ലേ, അവർ പെട്ടെന്ന് സാമ്പത്തികമാകുമ്പോൾ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. മറ്റ് പാവപ്പെട്ട ആളുകൾ ഒരുപാട് ആൾ സഹായിക്കാനുണ്ടാവും. ഇയാളൊരു പ്രവാസിയും കൂടിയാണ്. സംബന്ധിച്ചിടത്തോളം മൂപ്പര് വേറെ ആളോട് ചോദിക്കാൻ പറ്റാത്ത പ്രവാസിയും കൂടിയാണ്. കാരണം ഒരു സമയത്ത് ഇയാളെ കുറച്ച് കാശൊക്കെ ഉള്ള ഒരാൾ ഇപ്പൊ പെട്ടെന്ന് ഇടുന്ന് ആകെ ബുദ്ധിമുട്ട് കടബാധ്യത വന്ന് കുടുങ്ങിയ ഒരാളും കൂടിയാണ്. അയാളെ നമ്മളെ സമീപിച്ചപ്പോ നമ്മളൊന്ന് വന്ന് നോക്കിയതാണ് ഇപ്പൊ ഈ വീടിന്റെ അവസ്ഥ എന്താണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരന് വേണ്ടി ഈ 20 രൂപ ചലഞ്ചിൽ പങ്കുചേരാൻ മറക്കാതിരിക്കുക.